2 വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്പം മാറി നിൽക്കുകയായിരുന്നു DQ എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ. മമ്മൂക്കയുടെ മകൻ എന്ന ആ വലിയ ലേബലിൽ നിന്ന് അദ്ദേഹം പുറത്തു കടന്നിട്ട് വർഷങ്ങളായി. ഇപ്പോൾ പാൻ ഇന്ത്യൻ ആക്ടർ തന്നെയാണ് അദ്ദേഹം. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ തുടർച്ചയായ തെലുങ്ക് സിനിമകളുടെ വിജയം, അത് 100 കോടി ക്ലബിലേക്ക് എത്തിയ കിടിലൻ സിനിമയായ ലക്കി ഭാസ്കറുടെ വിജയം അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചു. മാത്രമല്ല കൽക്കിയിൽ അദ്ദേഹത്തിന് മികച്ചൊരു റോളും ഉണ്ടായിരുന്നു. രണ്ടാം ഭാഗത്തിലും അദ്ദേഹത്തിന് മികച്ചൊരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് കൽക്കിയിൽ വരാനിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഇപ്പോഴിതാ മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഗംഭീര തിരിച്ചുവരവിനായിട്ട് അദ്ദേഹം ഒരുങ്ങുകയാണ്. രണ്ട് കൽപ്പിച്ച് അദ്ദേഹം ഒരുമിച്ച് തന്നെ ഇറങ്ങുകയാണ്. നഹാസ് ഹിദായത്താണ് ഇത്തവണ അദ്ദേഹത്തിന്റെ കൂട്ടിനായി എത്തുന്നത്. നമുക്കറിയാം RDX എന്ന ഗംഭീര ആക്ഷൻ ചിത്രം സംവിധാനം ചെയ്ത നഹാസ് ഹിദായത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ദുൽഖറിനെ നായകനാക്കിയിട്ടാണ്. ഒപ്പം തന്നെ ആന്റണി പെപ്പയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നറിയുന്നു. മാത്രമല്ല SJ സൂര്യ ചെയ്യാനിരുന്ന വേഷം ഇപ്പോൾ മിഷ്കിനാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കേൾക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹം വരാനിരിക്കുന്നത് സൗബിൻ ഷാഹിറിന്റെ ഒരു ചിത്രത്തിലാണ്. പറവ എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിനെ നായകനാക്കി സൗബിൻ ഒരുക്കുന്ന ചിത്രത്തിന് വേണ്ടി വലിയ പ്രതീക്ഷയോടെയാണ് DQന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു ചിത്രം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിന് ശേഷം കൽക്കി എന്ന ചിത്രത്തിന് ശേഷവും നമ്മുടെ സമീർ താഹിർ ദുൽഖർ സൽമാൻ കൂട്ടുകെട്ട് ഒരുമിക്കുകയാണ്. സമീർ താഹിർ 4ാമത് സംവിധായക കുപ്പായം അണിയുമ്പോൾ അതൊരു ഗംഭീര ചിത്രമാകുന്നുള്ള പ്രതീക്ഷയാണ് ആളുകളുള്ളത്. മാത്രമല്ല തമിഴിലും തെലുങ്കിലും അദ്ദേഹത്തിന് മികച്ച പ്രധാനപ്പെട്ട സിനിമകളുണ്ട്. കാന്ത എന്ന പേരിൽ തമിഴിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ വരാനിരിക്കുന്നു. തെലുങ്കിലാകട്ടെ അദ്ദേഹത്തിന്റെ ആകാശംലോ താര എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ വരുന്നുണ്ട്. അതിന് പേര് വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു പേരാണ്. പക്ഷെ എന്തായാലും തെലുങ്കിലും തമിഴിലും എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. മലയാളത്തിൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു സിനിമ തന്നെ, ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ മാത്രമല്ല ഒരു ഗംഭീര സിനിമ തന്നെ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും. കാരണം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദുൽഖർ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളാണ് ദുൽഖർ സൽമാന് മേലുള്ളത്. കാത്തിരിക്കുകയാണ് ദുൽഖറിന്റെ ഗംഭീര ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദുൽഖറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണിത്. ദുൽഖറിന്റെ വരാനിരിക്കുന്ന വലിയ സിനിമകൾ, ചെറിയ സിനിമകൾ എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ മലയാള ഇൻഡസ്ട്രിക്ക് ഗുണകരമായി ഭവിക്കും. മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല, ഓൾ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യ മൊത്തത്തിൽ വ്യാപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ലക്കി ഭാസ്കർ ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ്. OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പോലും ഒരുപാട് ആളുകൾ ആ സിനിമയുടെ റെഫറൻസുകളും അതുപോലെ ചെറിയ ചെറിയ വീഡിയോകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോസും. എന്തായാലും ഞാനും അത് വൈകിട്ടാണ് കണ്ടത് ലക്കി ഭാസ്കർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല.